അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ ഭക്ഷണത്തിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഉലുവച്ചോറ് വെക്കുന്നതിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ മരുന്ന് കോഴി എന്ന് പറയും. അതായത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന പിന്നെ ചെറിയ കോഴികൾ, ഇതേപോലത്തെ കോഴികൾ. ഇതൊരു ഏകദേശം ഇടത്തരം വലിപ്പമൊക്കെ ഉള്ള പൂവൻ കോഴികളെ വാങ്ങിയിട്ട് പിന്നെ മരുന്ന് കോഴി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കും. അപ്പോൾ ഈ കോഴിക്കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലർ അങ്ങാടി ഈ പിന്നെ ആയുർവേദ മരുന്നുകളൊക്കെ അതിൽ ഉപയോഗിച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് അതിന് മരുന്ന് കോഴി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് 2 പൂവൻ കുട്ടികളുണ്ട്. ഇതിനെ ഒന്ന് കശാപ്പാക്കി നമുക്ക് മരുന്ന് കോഴി എങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കോഴീനെ അറുത്തു നന്നാക്കി അത്ര ഇറച്ചിയുണ്ട് കേട്ടോ. പിന്നെ ഇടത്തരത്തിലുള്ള 2 പൂവൻ കുട്ടികളല്ലായിരുന്നോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് പിന്നെ മരുന്ന് കോഴി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മരുന്ന് കോഴിയിലേക്ക് പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് തന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ കുരുമുളക്, ചെറിയ ജീരകം, പിന്നെ മല്ലി, ഉലുവ, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി. ഇതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചേർക്കണം. അപ്പം പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു കിലോന് മുകളിൽ ചിക്കൻ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ പിന്നെ ഒരു കൈക്കുമ്പിൾ, നമ്മളെ ഈ കൈക്കുമ്പിൾ ഇങ്ങനെ ഒരു കുമ്പിൾ പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുരുമുളക്, ചെറിയ ജീരകം, മല്ലി ഇത് 3ഉം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. വറുത്ത് പൊടിക്കരുത്, വറുക്കാതെ പച്ചക്ക് പൊടിക്കുന്നതാണ് മരുന്ന് കോഴിയിൽ സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി പിന്നെ നമ്മൾ മല്ലി പിന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടാൻ പിന്നെ കുറച്ച് പാടാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ചൂടാക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ചാൽ മതി. നല്ല നൈസായി പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ ചിക്കനിൽ ഇതെല്ലാ മസാലകളും ഇട്ടിട്ട് പിന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ ജീരകം, പിന്നെ മല്ലിപ്പൊടി. ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടുപ്പത്ത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോന വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് മറ്റു കോഴീനെക്കാട്ടും കുറച്ച് വേവും ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ കുരുമുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത്, പച്ചമുളക് ചേർത്തിട്ടില്ല, പിന്നെ മുളക് പൊടിയും ചേർക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ മരുന്ന് കോഴി എന്ന് പറയുന്നത് ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ മരുന്ന് കോഴി വെക്കുമ്പോൾ സാധാരണ പിന്നെ ഈ ആയുർവേദ പിന്നെ ശാലകളിൽ നിന്ന് കുറച്ച് ആയുർവേദ മരുന്ന് വാങ്ങും, എന്നിട്ട് അതും കൂടി ഇതിലിട്ട് ആണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മരുന്ന് കോഴി ഇതാ നല്ലോണം വെള്ളമൊക്കെ വറ്റി പാക ഗ്രേവി ആയിട്ടുണ്ട്. ചിക്കനും നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ശരി, ചൂട്
എരിവെന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ എരിവാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യണത് 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തട്ടൊക്കെ കിടന്നോട്ടെ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇറക്കി വെക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയല്ലേ, നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ നമ്മളെ മരുന്ന് കോഴി ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടില്ലേ, നല്ല അസാധ്യ ടേസ്റ്റാണ്. നല്ല തണുപ്പ് സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ കർക്കിടക മാസത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആയുർവേദ മരുന്ന് ഷോപ്പുകളിൽ നിന്ന് പിന്നെ മരുന്ന് കോഴിക്കുള്ള മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ അവിടെ ഓരോ പലതരത്തിലുള്ള പിന്നെ ഈ ആയുർവേദ മെഡിസിൻസുകൾ ഒരു കിഴി പോലെയൊക്കെ ആക്കിയിട്ട് പാക്കാക്കിയിട്ടൊക്കെ ആണ് കിട്ടുക. അപ്പോൾ അത് പിന്നെ ഒരു കിഴി വാങ്ങിയിട്ട് വരും. എന്നിട്ട് ഇതുപോലെ കറി വെക്കുന്നതിൽ ഇട്ടിട്ട് അതും കൂടി വേവിച്ചിട്ടൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.